ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെ ഏവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി, വലിയ ദൈവമായി ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ദുബായിൽ നിന്നും ശില്പ ജോൺസൺ ആണ്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് താൻ പ്രഗ്നൻ്റ് ആണ്. തൻ്റെ ഈ പ്രഗ്നൻസി പീരീഡിൽ ദൈവം തന്നെ എല്ലാ നിലയിലും കാക്കുകയും കരുതുകയും ചെയ്യേണ്ടതിനായിട്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ അറിയാൻ തനിക്ക് ദൈവം നൽകുകയും ചെയ്യേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ തൻ്റെ ജോലിയുടെ ഉയർച്ച, തൻ്റെ ഹസ്ബൻഡിൻ്റെ ഉയർച്ച, തൻ്റെ മൂത്ത കുഞ്ഞിനെ ദൈവം പൂർണ്ണമായി കാക്കുകയും ചെയ്യേണ്ടതിനായി പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ തൻ്റെ പേരൻസിനായിട്ടും, ഹല്ലേലൂയ, ജോൺസൺ ബ്രദറിനായിട്ടും റാണി സിസ്റ്ററിനായിട്ടും അവരെ പൂർണ്ണ വിടുതലായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. നമുക്ക് ഒരുമിച്ചൊന്ന് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ എത്ര പേർ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കും? അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ ദൈവം അവർക്ക് കൊടുക്കേണ്ടതിനായിട്ട് ഈ ദിവസങ്ങളിൽ നേരിടുന്ന എല്ലാ ശാരീരിക മാനസികമായി നിൽക്കുന്ന എതിർപ്പുകളും വിഷമങ്ങളെയും കർത്താവ് അത്ഭുതകരമായി ജയിപ്പിക്കേണ്ടതിനായിട്ട് കണ്ണുകളൊന്ന് അടയ്ക്കാം. പ്രിയരെ, നമ്മുടെ ദൈവം മുഖപക്ഷമില്ലാതെ പ്രവർത്തിക്കുന്നവനാണ്. നിങ്ങൾ വിശ്വസ്തയോടെ ഈ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ മകൾ മുഖാന്തരമാണ് ഇന്നത്തെ എപ്പിസോഡ് കടന്നു പോകുന്നത്. നമുക്കൊന്ന് കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ശില്പസിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ, താൻ ശാരീരികമായി മാനസികമായി അനുഭവിക്കുന്ന എല്ലാ ടയർഡ്നെസ്സും എല്ലാ വിഷമങ്ങളും മാറ്റേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം ചലിക്കണമേ അപ്പ. കർത്താവിൻ്റെ കരം ഈ മകൾക്കൊരു അത്ഭുതത്തെ കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതേപോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ കാണുവാൻ കർത്താവെ, അതേപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ജോലിയിൽ ദൈവം പ്രവർത്തിക്കേണ്ടതിനായി, അതേപോലെ തന്നെ തൻ്റെ ജോലിയിൽ ദൈവം കൂടുതൽ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായിട്ടും, അതേപോലെ കുഞ്ഞിനെ ദൈവം സൂക്ഷിക്കുകയും തൻ്റെ പേരൻസിനെ മാതാവിനെയും പിതാവിനെയും ദൈവം കൂടുതൽ അനുഗ്രഹിക്കുകയും അവരെ കാക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവർക്കൊരു പൂർണ്ണ വിടുതലിലേക്ക് ഇവരെ കൊണ്ടുവരണമേ അപ്പ. ദൈവം ഇവരെ മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആർക്കും കടക്കാരല്ലാത്ത ദൈവം ഈ എപ്പിസോഡ് കഴിയുമ്പോൾ തന്നെ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതിനായി, ഇവർക്ക് വേണ്ടി ചലിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു വലിയ അത്ഭുതം ചെയ്യണമേ അപ്പ. വലിയൊരു ദൈവ പ്രവർത്തിയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാണ്. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി, വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രിയരെ, എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും ഈ സമയത്ത് നല്ലൊരു ഇരിപ്പിടം ഉറപ്പാക്കി അല്ലെങ്കിൽ കർത്താവിൻ്റെ ആ സ്നേഹം അനുഭവിക്കുവാൻ, കർത്താവിൻ്റെ ആ ശബ്ദം കേൾക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു സംഘടന ഉയർത്തുവാനോ അല്ലെങ്കിൽ ഹല്ലേലൂയ ഒരു മതത്തിൻ്റെ ആളായിട്ടല്ല നിങ്ങളുടെ മധ്യത്തിൽ വരുന്നത്. 2012 മുതൽ കർത്താവിൻ്റെ ജീവിതത്തിനകത്ത് ചെയ്ത അത്ഭുതങ്ങളെ പറയുവാനായിട്ട്, എന്നെ നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഓരോ ദിവസവും നിങ്ങളുടെ മധ്യത്തിലേക്ക് വരുന്നത്. ഓരോ ദിവസവും ഈ മെസ്സേജുകൾ പറഞ്ഞു കഴിയുമ്പോൾ ചില കുടുംബങ്ങളെ കർത്താവ് ഉണ്ടിരിക്കുകയും തൊടുകയും ചെയ്യുന്നത് ഞാൻ കാണുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ വിശ്വസിച്ചാട്ടെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്തും ഇന്ന് കർത്താവിൻ്റെ കരം, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ കരം വെളിപ്പെടാൻ പോവുകയാണ്. കാരണം ഞാനും നിങ്ങളും കേൾക്കുന്ന ഈ ദൈവവചനത്തിന് മാറ്റമില്ല കേട്ടോ. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഇവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 107 സങ്കീർത്തനം അതിൻ്റെ 20 വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അയക്കപ്പെടുന്ന വചനം അല്ലെങ്കിൽ പാറയെ തകർക്കുന്നതാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അയക്കപ്പെടുന്ന വചനം നിങ്ങളുടെ കുഴിയിൽ നിങ്ങളെ കരകയറ്റുന്നതാണ്. അയക്കപ്പെടുന്ന വചനം നിങ്ങൾക്ക് സൗഖ്യം കൊണ്ടുവരുന്നതാണ്. എങ്കിൽ നമുക്ക് ഒരുമിച്ചൊന്ന് വിശ്വസിക്കാൻ പ്രിയരെ. നമ്മുടെ കണ്ണുനീരിൽ തുടയ്ക്കുന്ന, നമ്മുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ കൊണ്ടുവരുന്നൊരു ദൈവമുണ്ട് കേട്ടോ. ആ ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ഈ എപ്പിസോഡിനകത്ത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, എൻ്റെ കർത്താവായ യേശുവിലേക്ക് നോക്കുന്ന നിങ്ങളുടെ മുഖം പ്രകാശിതരാകും. നിങ്ങൾ നിന്ദിക്കപ്പെട്ട മുഖത്തിൽ കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾ ആ കർത്താവിലേക്ക് വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം, അവനെ കാത്തിരുന്ന ഒരാൾ പോലും ലജ്ജിക്കത്തില്ലെന്ന് 25 സങ്കീർത്തനക്കാരൻ വ്യക്തമായി പറയുന്നു. എങ്കിലും നമുക്ക് ഒരുമിച്ചൊന്ന് കാത്തിരുന്നുകൊണ്ട് ബലം പ്രാപിക്കുന്ന രീതിയിൽ ഈ മിനിറ്റുകൾ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. ഇന്ന് ഹല്ലേലൂയ ഒരു ദൈവിക ചിന്ത ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, പരിഹസിച്ചവർ പരിഗണിക്കേണ്ടി വരും. ഹല്ലേലൂയ. കുറ്റം പറഞ്ഞവർ മാറ്റി പറയേണ്ടി വരും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ദൈവത്തെ ആശ്രയിക്കുന്ന, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവം ഇതിൽ തിരിച്ചറിയേണ്ടത് വ്യക്തമായി അറിഞ്ഞുകൊള്ളുക.
ദൈവം നിന്നെ മാനിക്കുക തന്നെ ചെയ്യും. ദൈവം നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. സകലത്തിനും കാരണഭൂതനായ ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അവൻ അറിയാതെ എൻ്റെ ജീവിതത്തിനകത്തൊരു മുടി കറുക്കുകയോ വെളുക്കുകയോ ചെയ്യുന്നില്ല. അത് താഴെ വീഴുന്നില്ലെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങണം. ഹല്ലേലൂയ. ആ നിലയിൽ ചിന്തിക്കുകയാണ്. പരിഹസിച്ചവർ പരിഗണിക്കേണ്ടി വരും, കുറ്റം പറഞ്ഞവർ മാറ്റി പറയേണ്ടി വരും. അങ്ങനെ എന്നെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്ന ചില വേദഭാഗങ്ങൾ നമ്മൾ ഒരുമിച്ചൊന്ന് ചിന്തിക്കുകയാണ്. 1 ശമൂവേലിന്റെ ആദ്യത്തെ അധ്യായത്തിൽ നിന്നാണ് ആഴമായി ചിന്തിക്കുന്നത്. എൻ്റെ കൂടെ കടന്നു വരണം. 1 ശമൂവേൽ 1-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം നമ്മൾ പ്രാരംഭമായി വായിക്കുകയാണ്. എൽക്കാനയ്ക്ക് 2 ഭാര്യമാർ ഉണ്ടായിരുന്നു. ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനീന എന്നും പേര്. പെനീനയ്ക്ക് മക്കൾ ഉണ്ടായിരുന്നു, ഹന്നയ്ക്കോ മക്കൾ ഇല്ലായിരുന്നു. ഈ വചന പശ്ചാത്തലം എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. എൽക്കാനയ്ക്ക് 2 ഭാര്യമാർ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഒരുവളുടെ പേര് ഹന്ന എന്നും മറ്റവളുടെ പേര് പെനീന എന്നുമാണ്. എന്നാൽ ഹന്നായിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു, പെനീനയ്ക്ക് കുഞ്ഞുണ്ടായിരുന്നു. താഴോട്ടുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, ഹന്നായെ പെനീന വല്ലാതെ കുറ്റപ്പെടുത്തുന്നതും പരിഹസിക്കുന്നതും കാണാൻ കഴിയും. എന്നാൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ ഹന്ന വല്ലാതെ ആലയത്തിൽ പോയി നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു അനുഭവം കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 6-7 വാക്യങ്ങളിലേക്ക്, യഹോവ അവളുടെ ഗർഭം അടച്ചിരിക്കുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കുവാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. 7-ാമത്തെ വാക്യം, അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോകുന്നു. അവൾ അവളെ മുഷിപ്പിച്ചതുകൊണ്ട് അവൾ കരഞ്ഞ് പട്ടിണി കിടന്നു. ഈ 2 വാക്യങ്ങൾ ഞാൻ നിങ്ങൾ കേൾക്കുമ്പോൾ തിരിച്ചറിയണം. ഇന്ന് എന്നെ കേൾക്കുന്ന അനേകർ ഇതേപോലെയാണ് ആയിരിക്കുന്നത്. ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ, ഒരുപക്ഷെ തലമുറയില്ലാത്തതായിരിക്കാം, ഒരുപക്ഷെ ജോലിയില്ലാത്ത അനുഭവമായിരിക്കാം, ഒരുപക്ഷെ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും കിട്ടാതെ വല്ലാത്ത കുറ്റപ്പെടലിലും ഒറ്റപ്പെടലിലും ഒക്കെ ആയിരിക്കാം എന്നെ ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ പരിഹാസത്തിൻ്റെ നടുവിലായിരിക്കാം എന്നെ ശ്രദ്ധിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ വാക്യത്തിനകത്ത് സെക്രിയാവിൻ്റെ ഭാര്യ എലിസബത്ത് പറയാണ്, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ദ നീക്കുവാൻ എൻ്റെ ദൈവം എന്നെ കടാക്ഷിച്ചിരിക്കുകയാണ്. വിശ്വസിക്കാമെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന പരിഹാസങ്ങളെ, നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന നിന്ദ, കുറ്റം പറച്ചിൽ, ഇതെല്ലാം നീക്കുവാൻ ഒരുവന് മാത്രമേ കഴിയത്തുള്ളൂ. ആ ദൈവത്തെ ഈ എപ്പിസോഡിനകത്ത് കേൾക്കുമ്പോൾ തന്നെ ഒന്നും മുറുകെ പിടിക്കുവാൻ, ആശ്രയിക്കുവാൻ ഞാൻ നിങ്ങളും തയ്യാറാകണം. ഹല്ലേലൂയ. ഇതാ ഹന്ന വല്ലാതെ കരഞ്ഞു പട്ടിണി കിടന്നു എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. എന്നാൽ അടുത്ത വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഹന്ന ആലയത്തിൽ ചെല്ലുകയാണ്. 1 ശമൂവേൽ 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം, അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. 10-ാമത്തെ വാക്യത്തിൽ അവൾ മനോവ്യസനത്തോടെ യഹോവയോട് അവൾ പ്രാർത്ഥിക്കുകയാണ്. അവൾ അങ്ങ് വളരെ കരയുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഈ എപ്പിസോഡിനകത്ത് നിങ്ങൾ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നിശ്ചയമായും ദൈവം ഉത്തരം തരും. നിങ്ങളുടെയും എൻ്റെയും വിഷയത്തിനകത്ത് ദൈവം മറുപടി തരും. നമ്മുടെ പ്രാർത്ഥനകളെ ഒരിക്കലും ദൈവം തള്ളിക്കളയത്തില്ല കേട്ടോ. കർത്താവ് നിശ്ചയമായി ഒരു മറുപടി തരും. എന്നെ ശ്രദ്ധിക്കുന്ന ആരൊക്കെയോ ഇപ്പോൾ ദൈവപ്രവൃത്തിയിലേക്ക് തിരിയുവാൻ പോവുകയാണ്. അറിയാം, നാളുകൾ ആ പരിഹസിച്ചവരുടെ മുമ്പിൽ അറിയാം കർത്താവ് നിങ്ങളെ മാനിക്കുവാൻ പോവുകയാണ്, നിങ്ങളെ പരിഗണിക്കാൻ പോവുകയാണ്, നിങ്ങളെ കുറ്റം പറഞ്ഞവർ മാറ്റി പറയുവാൻ പോവുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഹന്ന വളരെ പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൾ ആലയത്തിൽ നിന്നൊരു നേർച്ച നേർന്നു. 11-ാമത്തെ വാക്യമാണ്, നീ എനിക്കൊരു പുരുഷ സന്താനത്തെ തന്നാൽ ജീവപര്യന്തം ഞാൻ അവനെ യഹോവയ്ക്ക് കൊടുക്കും. എന്നെ ശ്രദ്ധിക്കുന്നവരെ, നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് സമർപ്പിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ആ ജോലി കിട്ടിയാൽ അത് ദൈവനാമത്തിൻ്റെ മഹത്വമായി തീരുമെന്ന് നിങ്ങൾ പറയണം. അതേപോലെ തന്നെ നിങ്ങൾ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആ വിഷയത്തെ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചുകൊണ്ട്, കർത്താവെ, നീ തന്ന തലമുറ നിന്റെ നാമത്തിൻ്റെ ഉയർച്ചയ്ക്കായി തീരും. ഹല്ലേലൂയ. ആ നിലകളിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട്? ഒത്തിരി പേരുടെ പ്രാർത്ഥനയ്ക്ക് വിളിക്കാറുണ്ട്. ഇതുവരെയും തലമുറയെ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ആരെയും ഞാൻ കേട്ടിട്ടില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, ദൈവത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ദൈവത്തിന് ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കുവാൻ തയ്യാറാകണം. ആ നിലയിൽ ജീവിക്കുന്നവർ അവരുടെ കുടുംബജീവിതം മാത്രമല്ല, അവരുടെ തലമുറയും കൂടെ മേൽഗതി പ്രാപിക്കും, അല്ലെങ്കിൽ ഉയർച്ച പ്രാപിക്കും. വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും തിരിച്ചറിയേണ്ടത് അറിയാം, പരിഹസിച്ചവരുടെ മുമ്പിൽ പരിഗണിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഇതാ പെനീന വല്ലാതെ ഹന്നായെ ഉപദ്രവിച്ചിട്ടുണ്ട്, വല്ലാതെ കളിയാക്കിയിട്ടുണ്ട്, കുറ്റം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എൻ്റെ കർത്താവ് ഇതാ പെനീനയുടെ മുമ്പിൽ ദൈവം മാനിക്കുവാൻ പോവുകയാണ് ഹന്നായെ. ഹല്ലേലൂയ. അവളുടെ സമർപ്പണത്തിൻ്റെ മധ്യത്തിൽ ദൈവം പ്രവർത്തിക്കുവാൻ പോവുകയാണ്. ആ നിലയിൽ ഹന്ന ആലയത്തിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പുരോഹിതൻ ഏലി
അവളെ നോക്കിയിട്ട് സംശയിച്ചു. അവൾ വീഞ്ഞു കുടിച്ച് അല്ലെങ്കിൽ മദ്യപിച്ച് ലഹരി പിടിച്ചിരിക്കുകയാണെന്നാണ് ചിന്തിച്ചത്. ചിലവരെ കണ്ണുനീരും ചിലവരെ ആരാധനയൊക്കെ കണ്ടാൽ നമുക്ക് സംശയം തോന്നാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അവരുടെ വിഷമങ്ങളെ അവർ ദൈവസന്നിധിയിലേക്ക് പകരുകയാണ് ചെയ്യുന്നത്. ഹന്ന വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ഒരു ഭാഗമാണ് അടുത്തത് നാം ചിന്തിക്കുന്നത്. 1 ശമൂവേൽ 1-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. 15-ാമത്തെ വാക്യം. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. ഈ 2 വാക്യങ്ങൾ ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഹന്ന പുരോഹിതനോട് മറുപടി പറയുകയാണ്, ഞാൻ ലഹരി പിടിച്ചിരിക്കുകയല്ല, എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയാണ്. നിങ്ങളുടെ കണ്ണുനീരിൽ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ കുറ്റം പറഞ്ഞവരുടെ മധ്യത്തിൽ ദൈവം മാനിക്കും. അവരെ കൊണ്ടത് മാറ്റിപ്പറയുന്ന കാലം വരും. നിങ്ങൾ ശ്രദ്ധിക്കാമോ, ഹന്ന എന്തിനു വേണ്ടിയാണോ കരഞ്ഞത്, എന്തിനു വേണ്ടിയാണോ അവൾ പരിഹസിക്കപ്പെട്ടത്, അവളൊരു തലമുറയ്ക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ, ഏലി പുരോഹിതൻ കേൾക്കാത്തത് ശമൂവേലിലൂടെ വെളിപ്പെട്ട് വരികയാണ്. ശമൂവേൽ പ്രവാചകൻ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാൻ ദൈവം അവനെ വിളിച്ചതാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ, ഏതെങ്കിലും വിഷയത്തിനകത്ത് നിങ്ങൾ ആഴമായി കരഞ്ഞവരാണെങ്കിൽ, ഏതെങ്കിലും വിഷയത്തിനകത്ത് ദൈവത്തിന് വേണ്ടി നിന്നതിൻ്റെ പേരിൽ നിങ്ങൾ പരിഹസിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം അത് ഏറ്റവും വലിയ ഉയർച്ചയാക്കി തീർക്കുന്നവരാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിച്ചാട്ടെ. നിങ്ങളെ കുറ്റം പറഞ്ഞവരുടെ നടുവിൽ, നിങ്ങളെ ഒറ്റപ്പെടുത്തിയവരുടെ നടുവിൽ ദൈവം ഒരു മറുപടി പറയാൻ പോവുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഏലിയുടെ തലമുറയോ കാണാത്തത് ഇതാ ശമൂവേലിലൂടെ, കരഞ്ഞ ഹന്നയിലൂടെ ദൈവം പുറത്തു കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാൻ ശമൂവേൽ പ്രവാചകനെ ദൈവം ഉപയോഗിച്ചു. അതേപോലെ തന്നെ ശ്രദ്ധിക്കാമെങ്കിൽ പഴയ നിയമത്തിൽ യോസെഫിനെ ഞാൻ നിങ്ങൾ കാണും. ഒരു ദർശനം പറഞ്ഞപ്പോൾ, സ്വപ്നം വിവരിച്ചപ്പോൾ തൻ്റെ സഹോദരന്മാർ തന്നെ ഒറ്റപ്പെടുത്തി, പരിഹസിച്ചു, കുറ്റപ്പെടുത്തി. ഹല്ലേലൂയ. എന്നാൽ ആ സഹോദരന്മാർ ആഹാരത്തിന് വേണ്ടി യോസഫിൻ്റെ അടുക്കിലേക്ക് വരേണ്ട സ്ഥിതി വന്നു. ഹല്ലേലൂയ. അവർ അത് മുഴുവൻ മാറ്റിപ്പറയേണ്ടി വന്നു. ആ ദേശത്തിലെ പൊത്തിഫറും ഭാര്യയും ചെയ്യാത്ത കുറ്റത്തിന് യോസഫിനെ ജയിലിലടച്ചു, വല്ലാതെ പരിഹസിച്ചു. പക്ഷേ അവർ അത് മാറ്റിപ്പറയുകയും അവർ യോസെഫിനെ പരിഗണിക്കുകയും ചെയ്യേണ്ടി വന്നു. യോസെഫിൻ്റെ മുമ്പിൽ അവർ മുട്ടുകുത്തേണ്ടി വന്നു. വിശ്വസിക്കുന്ന എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല, നിങ്ങൾ ഒറ്റപ്പെട്ടു പോകത്തില്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകും. നിങ്ങൾ ഒറ്റപ്പെട്ടവരാണോ? നിങ്ങൾ നിന്ദിക്കപ്പെട്ടവരാണോ? നിങ്ങൾ കുറ്റം പറച്ചിലുകൾ കേൾക്കുന്നവരാണോ? ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, എൻ്റെ ദൈവം ആ സ്ഥിതിക്ക് മാറ്റം വരുത്തും. നിങ്ങളെ ഞാൻ ഒരു ഭാഗത്തേക്ക് കൂടെ ക്ഷണിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കുക. ദാവീദിൻ്റെ ജീവിതത്തിനകത്ത് അപ്പൻ്റെ ആടുകളുമായി കാട്ടിൽ താനായിരിക്കുകയാണ്. ആ നിലയിൽ നിൽക്കുമ്പോഴാണ് ദൈവം അവനെ അഭിഷേകം ചെയ്യുന്നത്. ആ നിലയിൽ ദാവീദ് തൻ്റെ അപ്പൻ പറഞ്ഞയച്ച പ്രകാരം തൻ്റെ സഹോദരന്മാരുടെ ആഹാരവുമായി യുദ്ധക്കളത്തിലേക്ക് വരികയാണ്. ആ സമയത്ത് ഗോലിയാത്ത് ഇസ്രായേൽ മക്കളെ മുഴുവൻ വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളിയുടെ നടുവിൽ ദാവീദ് പ്രതികരിക്കുന്ന ഭാഗത്തിൽ തൻ്റെ മൂത്ത ജ്യേഷ്ഠൻ വന്ന് തന്നെ പരിഹസിക്കുന്ന ഭാഗം കാണാം, തന്നെ കുറ്റപ്പെടുത്തുന്ന ഭാഗം കാണാൻ കഴിയും. 1 ശമൂവേൽ 17-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. അവരോട് അവൻ സംസാരിക്കുന്നത് അവൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഏലിയാബ് കേട്ടു. ദാവീദിനോട് കോപിച്ചു, നീ ഇവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ ആ കുറെ ആടുള്ളത് നീ ആരുടെ പക്കൽ വിട്ടേച്ചു പോന്നു? നിന്റെ അഹങ്കാരവും നികളവും എനിക്കറിയാം. പട കാണുവാനല്ലേ നീ വന്നത് എന്ന് പറഞ്ഞു. 29-ാമത്തെ വാക്യം. അതിന് ദാവീദ്, ഞാനിപ്പോൾ എന്ത് ചെയ്തു? ഒരു വാക്കല്ലേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. ഈ 2 വചനഭാഗം കൂടെ നമ്മൾ ആഴമായി ചിന്തിക്കാൻ പോവുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഇതാ ദാവീദിന്റെ മൂത്ത ജ്യേഷ്ഠൻ യുദ്ധക്കളത്തിൽ വെച്ച് ദാവീദിനെ പരിഹസിക്കുകയാണ്, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. നിന്നെ ഏൽപ്പിച്ചതിനകത്ത് നീ നിന്നാ പോരെ? ആ കാട്ടിൽ അല്ലെങ്കിൽ ആ അപ്പൻ്റെ ആടുകളുമായിട്ട് നീ അങ്ങ് മുമ്പോട്ട് പോയാൽ പോരെ? നിന്നെ കൊണ്ട് ഇതൊക്കെ കഴിയുമോ? അവിടെ പറയുന്നു, നിന്റെ അഹങ്കാരവും നികളഭാവവും എനിക്കറിയാം. ഞാൻ ആത്മാവിൽ ദാവീദിന്റെ ജ്യേഷ്ഠനോടൊരു ദൂത് പറയട്ടെ, നിങ്ങൾ പരിഗണിക്കേണ്ടി വരും. കുറ്റം പറഞ്ഞ സ്ഥലത്തുനിന്ന് നിങ്ങൾ മാറ്റി പറയേണ്ടി വരും. കാരണം എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അഭിഷേകം വെളിപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് അവനെ പരിഹസിച്ചവർ മുഴുവൻ കാണുക എൻ്റെ ദൈവം അവരെ ഉയർത്തും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ എപ്പിസോഡിൽ ഞാൻ ആഴമായി ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്, ദൈവത്തിൽ നിന്നൊരു അഭിഷേകം പ്രാപിക്കുവാൻ, ദൈവത്തെ ആശ്രയിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന അപമാനം, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പരിഹാസം, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കുറ്റം പറച്ചിലുകളുടെ നടുവിൽ എൻ്റെ ദൈവം നിങ്ങളെ മാനിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദാവീദ് തൻ്റെ ജ്യേഷ്ഠൻ്റെ മുമ്പിൽ പരിഹസിക്കപ്പെടുന്നു അല്ലെങ്കിൽ നിന്ദിക്കപ്പെടുന്നു എന്നാണ് ഞാൻ നിങ്ങളും ആ ഭാഗം വായിക്കുമ്പോൾ ചിന്തിക്കുന്നത്. എന്നാൽ അടുത്ത ചില മിനിറ്റുകൾക്കുള്ളിൽ
ദാവീദിന്റെ ജ്യേഷ്ഠനോട് നമുക്കൊരുമിച്ച് പറയാം, ഏലിയാബിനോട് നമുക്കൊരുമിച്ച് പറയാം, നിങ്ങൾ പരിഗണിക്കേണ്ടി വരും. കാരണം രാജകീയ അഭിഷേകമാണ് ദാവീദിന്റെ മേളിൽ കിടക്കുന്നത്. ഇതാ തൻ്റെ കൈകൊണ്ട് ദൈവം ഗോലിയാത്തിനെ വീഴ്ത്തുവാൻ പോവുകയാണ്. വിശ്വസിക്കുന്നതിലുണ്ടെങ്കിൽ നിങ്ങൾ കേട്ട നിന്ദയിൽ, നിങ്ങൾ കേട്ട ഒറ്റപ്പെടലിൽ, നിങ്ങൾ കേട്ട കുറ്റം പറച്ചിലിന്റെ നടുവിൽ നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കാമെങ്കിൽ അതിൻ്റെ നടുവിൽ ഉയർത്തുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകണമേ. ഈ മിനിറ്റിൽ തന്നെ അസാധാരണമായ ദൈവപ്രവർത്തികൾ വെളിപ്പെടാൻ പോവുകയാണ്. ചില ജീവിതത്തിനകത്തും മടുത്തു പോയെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അക്കിടക്കയിൽ കിടന്ന് മറ്റുള്ളവർക്കൊരു അപമാനമായിട്ട്, മറ്റുള്ളവരെ സഹായമില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു അനുഭവത്തിനകത്ത് നിങ്ങൾക്കെന്നറിയാമോ, പഴയ നിയമത്തിൽ എബേസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. എബേസ് തൻ്റെ അമ്മാവന് പേരിട്ടത് വ്യസനപുത്രൻ എന്നാണ്. എബേസിന്റെ അർത്ഥം വ്യസനപുത്രൻ എന്നാണ്. ജനനത്തിൽ തന്നെ അമ്മയ്ക്ക് വ്യസനം കൊടുത്തു പിറന്നവൻ. ഹല്ലേലൂയ. എന്നാൽ ആ അമ്മയോടും ചുറ്റും നിൽക്കുന്നവരോടും പറയുന്നു, മാറ്റി പറയേണ്ടി വരും. കാരണം എബേസ് ജീവനുള്ള ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ അതിരുകളെ വിശാലമാക്കണമേ, എൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് അനർത്ഥം വ്യസനമായി തീരാതെ വണ്ണം എന്നെ കാക്കണമെന്ന് ഇസ്രായേലിന്റെ ദൈവത്തോട് എബേസ് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ദൈവം എബേസിന് വേണ്ടി വഴി തുറന്നു. അവൻ്റെ അതിരുകളെ ദൈവം വിശാലമാക്കി. അവൻ്റെ പേരിന് ദൈവം മാറ്റം കൊടുത്തു. ഞാൻ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് വിളിച്ചു പറയുകയാണ്, പരിഹസിച്ചവർ പരിഗണിക്കേണ്ടി വരും, കുറ്റം പറഞ്ഞവർ മാറ്റി പറയേണ്ടി വരും. എൻ്റെ കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുകയാണ്. വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് അത്ഭുത സാക്ഷ്യത്തിലേക്ക് വരാം. അതിനുശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാഴ്ച ഞാൻ വളരെ പ്രതികൂലങ്ങളിലായിരുന്നു. എന്നറിയാം, ഞാൻ പാസ്റ്ററെ വിളിച്ച് പറഞ്ഞു, പെട്ടെന്ന് എനിക്കൊരു പനി വന്നിട്ട് തല കറക്കവും അതുപോലെ തന്നെ എൻ്റെ വലത്തിലെ കണ്ണ് സ്റ്റക്കായതുപോലെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായി. പക്ഷെ ആ കണ്ണിന് എന്തോ ഒരു വല്ലാത്തൊരു അനുഭവം. പാസ്റ്ററെ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരാഴ്ച 2-3 ദിവസം ഞാൻ മൊത്തം കിടപ്പായിരുന്നു. പാസ്റ്ററെ വിളിച്ച് പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ എണീറ്റത്. അത് പനിയെന്ന് പറഞ്ഞൊരു വല്ലാത്തൊരു 2-2.5 ആഴ്ച നിൽക്കുന്നോളം പനി. പാസ്റ്ററെ വിളിച്ച് പ്രാർത്ഥിച്ച് ഇപ്പം ENT ഒക്കെ തല മൊത്തം വേദന എന്തോ ഞാൻ ചെയ്താണ്ട് ഒരു വല്ലാത്ത അസുഖം പോലെ. എങ്കിൽ എൻ്റെ കർത്താവ് എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണെന്ന് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉറച്ച്. ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളുടെ എൻ്റെ ദൈവം എന്നെ കടത്തി വിട്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. അപ്പം ഇപ്പം മോള് പറഞ്ഞതുപോലെ ഈ ചർച്ചിൽ വന്ന് ഇത്രയും നല്ലൊരു ദൈവദാസനെ ദൈവം നമുക്ക് തന്നതിനായി ഞങ്ങളുടെ കുടുംബത്തിന് വലിയൊരു അനുഗ്രഹമാണ്. എൻ്റെ കർത്താവ് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ എൻ്റെ ഈ കണ്ണ് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ പാസ്റ്ററെ കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ തല കറക്കം പൂർണ്ണമായിട്ട് മാറി. മറ്റേ എനിക്ക് ഇച്ചിരി പോലും സ്റ്റെപ്പ് വെക്കാൻ പറ്റത്തില്ല തല കറക്കാൻ കാരണം. അതുപോലെ എൻ്റെ കണ്ണിന് ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ പറയും ഇത് അത്ഭുതമാണെന്നാണ് പറയുക. അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ കണ്ണ് അടിച്ച് പോകേണ്ടടുത്ത് ചെറിയൊരു ഞരമ്പ് മാത്രം സ്റ്റക്കായി നിൽപ്പുണ്ട്, അതങ്ങ് മാറും. കർത്താവ് പാസ്റ്ററെ വിളിച്ച് പ്രാർത്ഥിച്ചെന്ന് ഒരു ആത്മാർത്ഥം. എൻ്റെ മോള് പറഞ്ഞതുപോലെ ഏതൊരു വിഷയവും നമ്മൾ പാസ്റ്ററുടെ കരങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുന്നത് പോലെ ദൈവദാസന്റെ കരങ്ങളിൽ കൊടുത്താൽ നമുക്ക് വേണ്ടി ഇത്രയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസനെ 14 വർഷം 15 വർഷം ഞാനൊരു വിശ്വാസത്തിലേക്ക് വന്നിട്ട് ഇതുപോലൊരു ദൈവദാസനെ കണ്ടിട്ടില്ല. കർത്താവിൻ്റെ വലിയൊരു നമുക്ക് തന്ന ഞാൻ കോടാനുകോടി നന്ദി പറയും. എൻ്റെ കുടുംബത്തിൽ ഒരുപാട് നന്മ ഈ ചർച്ച പറഞ്ഞതിന് ശേഷം ഞങ്ങൾ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത നന്മ എൻ്റെ ദൈവം ചെയ്തനായ സ്വതന്ത്രം. ദൈവം ഇനിയും വളരെയേറെ കർത്താവെ ദൈവദാസനെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം ഉണ്ടാകട്ടെ. ദേവദാസൻ എന്നോട് പ്രവചിച്ചതുപോലെ അർഹിക്കാത്ത നന്മ നീ കാണും എന്ന് പറഞ്ഞതുപോലെ കഴിഞ്ഞ ബുധനാഴ്ച എനിക്ക് തലമുറയെ കാണാൻ ഇടയായി. ശാരീരികമായി ഒരുപാട് അസ്വസ്ഥതകളുണ്ടെങ്കിലും ഒരാളുടെ സഹായമില്ലാതെ ഞാൻ ഒരിടത്തും പോകാത്ത ഞാൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ണൂർ വരെ ഒറ്റയ്ക്ക് പോകാനിടയായി. അതുപോലെ തന്നെ കുഞ്ഞിനെ കാണാനിടയായി. ഒരു പെൺകുഞ്ഞ് ദൈവം തന്നു. അന്ന് രാവിലെ തിങ്കളാഴ്ച അഡ്മിറ്റ് ആയെങ്കിലും ബുധനാഴ്ച വരെ ഡെലിവറി ആവാറുന്നതുകൊണ്ട് ഞാൻ ദേവദാസിനെ വിളിച്ച് പറഞ്ഞു. ഫാസ്റ്റിംഗ് പ്രയറിന് വന്നിട്ട് പോയി. അതിനുശേഷം ദേവദാസിനെ വിളിച്ച് പറഞ്ഞിരുന്നു പ്രസവം നടന്നിട്ടില്ല പാസ്റ്ററെ, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരുന്നു. പാസ്റ്റർ പറഞ്ഞു പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ദൈവം വിശ്വസ്തനാണ്. അന്ന് ബ്രദറിനോട് ഇത് രാവിലെ വിളിച്ച് പറയുമ്പോൾ പറഞ്ഞത് വൈകിട്ടിന് മുമ്പിൽ പ്രസവം നടന്നില്ലെങ്കിൽ അവർ ഹല്ലേലൂയ അവർ സർജറിയിലേക്ക് അല്ലെങ്കിൽ സിസേറിയനിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഞാൻ ബ്രദറിനോട് പറഞ്ഞു വൈകിട്ടിന് മുമ്പേ കർത്താവ് അത് ചെയ്യുമെന്ന് പറഞ്ഞു. ദൈവം വിശ്വസ്തനാണ്.
6 മണിയായപ്പോഴത്തേക്കും മകൾ വരെ ഭയങ്കര പെയിനായിട്ട് ഭയങ്കരമായിട്ട് ബഹളമിട്ടു. അടുത്ത നേഴ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു സിസേറിയൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞെങ്കിലും വൈഫ് പറഞ്ഞു ഇല്ല, എൻ്റെ മകളല്ലേ, അവിടെ നിൽക്കട്ടെ, ദേവദാസൻ പറഞ്ഞതുപോലെ തന്നെ നടക്കും, ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു 6 മണി വരെ ഡോക്ടർ നോക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ഡോക്ടർ വന്ന ശേഷം പറഞ്ഞു എന്തായാലും നമുക്ക് 1.5 മണിക്കൂറുടെ വെയിറ്റ് ചെയ്യാം, പ്രസവം നടക്കുമെന്ന് പറഞ്ഞു. അടുത്ത സെക്കൻഡ്സിൽ തന്നെ പ്രസവം സുഖപ്രസവമായിട്ട് വന്നു. സന്തോഷമായിട്ട് കുഞ്ഞും തലയായിട്ടിരിക്കുന്നു. ഇതിലൊക്കെ ഉപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും സഹായമില്ല, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തോട്ട് എവിടെയും പോകാത്തതാണ്. മാക്സിമം വന്ന ഈ ചർച്ച് വരെ വരത്തോളൂ. ഞാനാണ് കണ്ണൂർ വരെ പോകാൻ ദൈവനെ ഇടയാക്കി, ആരോഗ്യം തന്നു, തിരിച്ചു വരാനിടയായി. സാക്ഷ്യം പറയാൻ നിങ്ങളുടെ മുമ്പിൽ ഓരോരുത്തരുടെ മുമ്പിൽ ദൈവം തന്ന കൃപയോർത്ത് വളരെയധികം നന്ദിയുണ്ട്. പ്രിയരെ, എല്ലാവരും എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. കണ്ണുകളും അടയ്ക്കാൻ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തത നിങ്ങൾ കാണാൻ പോവുകയാണ്. എത്ര പേരുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും? വലിയൊരു വിടുതൽ ആഗ്രഹിക്കുന്നവർ, ദൈവപ്രവൃത്തി കാണാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ കൂടെ പ്രാർത്ഥിച്ചാട്ടെ, കണ്ണുകൾ അടച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നപ്പ, എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നു. നാളുകളായിട്ട് നിന്ദിക്കപ്പെട്ട് ഒറ്റപ്പെട്ട് എഴുന്നേക്കാൻ പോലും കഴിയാതെ കിടക്കുന്ന ചിലവരുണ്ടപ്പ. ജീവിതം മതിയെന്ന് പറയുന്ന ചിലവരെന്നെ കേൾക്കുന്നുണ്ട്. എൻ്റെ കർത്താവ് നിൻ്റെ നിന്ദയെ നീക്കാൻ പോവുകയാണ്, നിൻ്റെ പരിഹാസത്തെ മാറ്റാൻ പോവുകയാണ്. കർത്താവെ, ഇന്ന് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീട്ടിൽ ചില മാതാപിതാക്കൾ തലമുറയുടെ പരിഹാസം കേൾക്കുന്നവരുണ്ട്. മുമ്പോട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്ന ചിലരുണ്ട്. കർത്താവെ, ഞാൻ അവർക്ക് വേണ്ടി പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ അത്ഭുതകരം കർത്താവെ ഇവരെ വിടുവിക്കണമേ അപ്പ. ദൈവത്തിൻ്റെ കരം ഇവർക്ക് വേണ്ടി വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കും. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. യേശുവേ, അങ്ങയുടെ തിരുക്കരം ഈ മക്കളുടെ മേളിലേക്കൊന്ന് വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ചിലവർ കടബാധ്യത മൂലം ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവെ, ഇവരെ അങ്ങ് സ്പർശിക്കണമേ അപ്പ. ഇവർക്ക് വേണ്ടി പുതിയ വഴികളങ്ങ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ വിശ്വാസ കണ്ണിൽ പ്രാർത്ഥിക്കുന്നപ്പ, ദൈവപ്രവർത്തികളെ വെളിപ്പെടുത്തണമേ. അങ്ങയുടെ കരം ഇവർക്ക് വേണ്ടി അനുകൂലമാകേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, വലിയ ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. യേശുവേ, ഇവർക്ക് വേണ്ടി മാറാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം, ഇവർക്ക് വേണ്ടി മാറാത്ത ദൈവത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടട്ടെ അപ്പ. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയൊരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യുകയാണല്ലോ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയൊരു ദൈവപ്രവൃത്തിയെ കർത്താവ് അയക്കുകയാണല്ലോ അപ്പ. ഞാൻ ഈ സമയത്ത് ഗിരീഷ് എന്നൊരു പേര് കാണിക്കുമ്പോൾ കർത്താവ് ആ മകന് വേണ്ടി പ്രവർത്തിക്കുന്നല്ലോ അപ്പ. പ്രസാദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ അപ്പ. ഹല്ലേലൂയ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് സന്തോഷത്തിന് വേണ്ടി ഒരു വാതിൽ ദൈവം തുറക്കുകയാണ്. ഷീലയ്ക്ക് വേണ്ടി ഒരു വലിയ ദൈവപ്രവർത്തിയെ ദൈവം വെളിപ്പെടുത്തുകയാണ്. കർത്താവെ, ഞാൻ സ്മിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്മിത, നിൻ്റെ കുടുംബജീവിതത്തിൽ വലിയ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. കർത്താവെ, ജോലി നഷ്ടപ്പെട്ടു പോയവരുണ്ട്, സാമ്പത്തികമായി ഉയരാൻ കഴിയാത്തവരുണ്ട്. കർത്താവെ, അവരെല്ലാം ഞങ്ങളുടെ കരത്തിലോട്ട് ഞാൻ ഏൽപ്പിക്കുകയാണ്. ഈ മിനിറ്റിൽ തന്നെ ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരകൻ ഇപ്പോൾ വെളിപ്പെട്ടതിനായി സ്തോത്രം. ഒരത്ഭുതം സംഭവിക്കുകയാണ്, ഒരടയാളം സംഭവിക്കുന്നതിനായി സ്തോത്രം. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ തലമുറയുടെ വിവാഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വഴി തുറക്കട്ടെ അപ്പ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതം സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ്റെ കരം വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. പ്രിയരെ, ഈ എപ്പിസോഡ് നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. വേഗത്തിൽ തന്നെ നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ അറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ വിളിച്ചറിയിച്ചാട്ടെ. കഴിയുന്നവർ ഈ മിനിസ്ട്രിയെ സഹായിക്കാൻ പറ്റുന്നവർ, എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അല്ലെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശ്ശൂരിലൊക്കെ നമുക്ക് ആരാധന നടക്കുകയാണ്. തിരുവനന്തപുരത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമ്മുടെ ആരാധനകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. കൊല്ലത്തേക്ക് നിങ്ങൾ കടന്നു വന്നാട്ടെ. വലിയ ദൈവപ്രവർത്തിക്ക് വേണ്ടി എറണാകുളത്തേക്ക് നിങ്ങൾ കടന്നു വരണം, തൃശ്ശൂരിലേക്ക് നിങ്ങൾ കടന്നു വരണം. അതേപോലെ തന്നെ എന്നെ കേൾക്കുന്നവരോട് ഒരു കാര്യം പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ആരാധനയിൽ നിങ്ങൾ പങ്കെടുക്കണം. നിങ്ങളുടെ ജീവിതത്തിനകത്തത് വലിയ വിടുതലും അനുഗ്രഹമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് ഓർപ്പിക്കുന്നു. പാസ്റ്റർ റോയ് ഹെൻറി എന്ന് കാണിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ കടന്നു വരണം. ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താട്ടെ. ഇന്ന് ഈ എപ്പിസോഡിനകത്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ആമേൻ.